നമസ്കാരം. STVയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ശ്രീ KT ഷാജിയാണ്. അദ്ദേഹം ദീർഘകാലം ആരോഗ്യവകുപ്പിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇന്ന് U3A എന്ന് പറയുന്ന ഒരു നവ പ്രസ്ഥാനത്തിൻ്റെ സോണൽ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളുമാണ് ഇന്നത്തെ അതിഥിയിൽ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം ഷാജിയേട്ടാ. ഇന്നത്തെ അതിഥി KT ഷാജി എന്ന് പറയുന്ന ഒരു ആരോഗ്യവകുപ്പിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് താങ്കൾ. ദീർഘകാലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് സൂപ്പർവൈസറായും എല്ലാം സേവനമനുഷ്ഠിച്ച ഒരു ഉദ്യോഗസ്ഥ അനുഭവം പങ്കുവയ്ക്കാനുണ്ട്. ഒപ്പം തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായമാണ് ഇപ്പോൾ തുറന്ന് ഇരിക്കുന്നത്. U3A പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഭാരവാഹി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടേറെ വിശേഷങ്ങൾ ആണ് ഈ അരമണിക്കൂർ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാനുള്ളത്. അതിൽ നമുക്ക് നാടകം, കഥാപ്രസംഗം, ആരോഗ്യം, U3A അതായത് വാർദ്ധക്യവും ആനന്ദവും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു സംസാരം. സ്വാഗതം ഞങ്ങളുടെ അതിഥിയിലേക്ക്. ഷാജിയേട്ടൻ, ആദ്യമായി ആരോഗ്യ മേഖലയിലെ ഒരു ദീർഘകാലത്തെ അനുഭവം നമുക്ക് ഓർക്കാനുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു 30-ലേറെ വർഷത്തെ ഔദ്യോഗിക ജീവിതം സമ്മാനിച്ച വിലപ്പെട്ട ഓർമ്മകളും അനുഭവങ്ങളൊക്കെ എന്താണ്? വളരെയധികം സന്തോഷമാണ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഉള്ളത്. ഞാൻ 1989 കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ബേഡെടുക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഏറെക്കുറെ അവിടുന്ന് ഒരു കർണാടക അതിർത്തിയായിരുന്നു അന്ന് ആ പഞ്ചായത്ത്. ഇപ്പോൾ ആ പഞ്ചായത്ത് തന്നെ 2 പഞ്ചായത്തായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ബേഡെടുക്ക എന്ന് പറയുന്ന പ്രദേശം പിന്നെ ഇപ്പുറം കുറ്റിക്കോൽ എന്ന് പറഞ്ഞ മറ്റൊരു പഞ്ചായത്ത് കൂടി ഇപ്പോൾ വന്നു. ആ സമയത്ത് അത് ഒറ്റ പഞ്ചായത്തായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ ഇപ്പം അത് മാറിയിട്ടുണ്ട്. പകർച്ചവ്യാധികളും അങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുജനാരോഗ്യ രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചത്. എൻഡോസൾഫാൻ്റെ ഒരു ഭീകര അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങളില്ല. എങ്കിലും അതിൻ്റെയൊക്കെ സമീപ പ്രദേശത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അതുമായിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടായിരുന്നു നമ്മുടെ ആരോഗ്യവകുപ്പിലെ തുടക്കം അല്ലേ? പിന്നീട് നമ്മൾ ചാലശ്ശേരി, പാലക്കാട് ജില്ലയിലെ അതിർത്തി പ്രദേശമായ ചാലശ്ശേരിയിൽ നിന്നാണ് നമ്മുടെ അല്ലേ അന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ഉള്ള സ്ഥാനത്തിരുന്നുകൊണ്ടാണ് വിശ്രമം അല്ലേ? കോവിഡ് കാലം നമ്മുടെ സർവീസിൻ്റെ ഏതാണ്ട് വിരമിക്കൽ വേളയിലാണ് കോവിഡ് എന്ന് പറയുന്നൊരു മഹാമാരി നമ്മളെ ഭീതിയിലായിരുന്നത്. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, വെല്ലുവിളി നിറഞ്ഞ അല്ലേ, ജീവൻ പണയം വെച്ചുള്ള ആ ഒരു സർവീസ് എങ്ങനെ ഓർക്കുന്നു ആ ഒരു കാലം? ആ കാലം ഉൾപ്പെടെ ഞാൻ പ്രവർത്തിച്ച കാലത്ത് പ്രധാനമായിട്ടും പോളിയോ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെല്ലാം നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് നടപ്പിലാക്കിയത് എൻ്റെ അതിലൊക്കെ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെയാണ് കോവിഡിൻ്റെ പ്രശ്നം. 2019 കോവിഡ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ വാണിയംകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. അപ്പോൾ ആ കാലം മുതൽ തന്നെ 24 മണിക്കൂറും ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ ശരിയാണ്. പ്രശ്നം ആളുകൾക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ആളുകൾക്ക് വരിക, ഒരേ സ്ഥലത്ത് രോഗിയാണെന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നു, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വിവിധ പാതിരാത്രിക്ക് പോലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞതും, അതിനിടയിൽ എനിക്ക് ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ മലപ്പുറം ജില്ലയിലേക്കൊക്കെ ഉണ്ടാകുകയും അപ്പോൾ അവിടെയും ഒക്കെ അത്യാവശ്യം ക്രിയാത്മകമായിട്ടും ഫലപ്രദമായിട്ടുമൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു നേട്ടവും അനുഭവവും ആയിട്ടൊക്കെയാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. കോവിഡ് കാലം ഓരോ ആരോഗ്യ പ്രവർത്തകൻ്റെയും, കാരണം അന്ന് ഏറ്റവും ജനങ്ങളെ സംരക്ഷിച്ച് നിർത്തിയ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പാണ്. ഈ ആരോഗ്യവകുപ്പിലെ ഓരോ ഭടന്മാരും അന്ന് അവരെ നമ്മൾ സൈനികരോളം തന്നെ ആദരവോടുകൂടി വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അന്ന് അതിൻ്റെ ഭാഗമായിരുന്നു ഷാജിയേട്ടൻ. അന്ന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ആ കോവിഡ് കാലം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടോ?
മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതാണ് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഞാൻ മലപ്പുറം ജില്ലയിലൊരു CHCയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് എന്നും വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, ഒന്ന് ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് യാത്ര അനുമതി ഉണ്ടെങ്കിൽ തന്നെയും വേറെയും പല പ്രതിസന്ധികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ആഴ്ചകളോളം എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുകയും പുറത്തുനിന്ന് അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി ഒരു 1-2 ആഴ്ച ശരിയായ ഭക്ഷണമൊന്നും കഴിക്കാതെയും ശരിയായ വിശ്രമം ഇല്ലാതെയും അങ്ങനെയെല്ലാം പ്രവർത്തിച്ചതിനിടയിൽ ഒരു ദിവസം എനിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ടില്ല, എന്നാലും അതുപോലെ ഒരു അവസ്ഥയിൽ വരികയും വളരെയധികം ക്രിട്ടിക്കൽ ഒരു സ്ഥിതിയിലൂടെ അത് കടന്നു പോവുകയും പെട്ടെന്ന് തന്നെ മറ്റ് സഹപ്രവർത്തകരും ഒപ്പമുള്ള ഡോക്ടേഴ്സും ഒക്കെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അന്ന് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. അന്ന് കോവിഡിനെ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു? അല്ലെങ്കിൽ ഈ കോവിഡിന് ഭയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഭയപ്പെടും, നമ്മളതിന് നിയുക്തരായിട്ടുള്ള ആളുകളാണ്. ഭയം എന്ത് കാര്യത്തിനെയും ഭയം കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതൊരു വികാരമാണ്. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കുക. ഏത് പ്രശ്നത്തിനെ ആയാലും ഭയന്നിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അതിനെ നേരിടാനുള്ള രീതി, ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക, വാക്സിനേഷൻ കൊടുക്കുക, അതുപോലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആളുകൾക്കിടയിൽ എങ്ങനെ, ആളുകൾക്ക് ഇതൊരു പുതിയ രോഗമായിരുന്നതുകൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ലായിരുന്നു. അപ്പോൾ ചെയ്ത് ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളെ പറഞ്ഞു കൊടുക്കുകയും നമുക്കും ആ കാര്യങ്ങൾ മറ്റുള്ള അറിയാവുന്ന ആളുകൾ ഇവർ സീനിയേഴ്സിൽ നിന്നെല്ലാം കിട്ടേണ്ടതും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. ആരോഗ്യം അങ്ങനെ ഒരു കോവിഡ് കാലത്തെ പിന്നിട്ടു ശേഷമാണ് നമ്മുടെ റിട്ടയർമെൻറ്റ്. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട ഒരു അധ്യായം, ഒരു കാലയളവ് ആ ഒരു കോവിഡ് കാലം ആയിരുന്നു. എൻ്റെ തന്നെ പഞ്ചായത്തായ വാണിയംകുളം പഞ്ചായത്തിലാണ് ഷാജിയേട്ടൻ ആ സമയത്ത് സേവനം. എനിക്കറിയാം, അന്നും ഷാജിയേട്ടൻ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഓർത്തെടുക്കുകയാണ്. കാരണം അന്നൊക്കെ വീട്ടിലടച്ചിട്ടിരുന്ന് രാത്രി 12 മണിക്ക് വരെ നമുക്ക് പുറത്തിറങ്ങി. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സഹകരിച്ച്, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ റവന്യൂ അങ്ങനെ സകല ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിലൊരു നിർണായക സ്വാധീനം ആരോഗ്യവകുപ്പിനും പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ രംഗത്തും ഉള്ളവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനൊക്കെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും കോവിഡിൻ്റെ ഭീതി അതുണ്ടാക്കിയ മാരകമായ മുറിപ്പാടുകൾ നമ്മുടെ ആരോഗ്യ ജീവിതത്തെ, നമ്മുടെ ആയുസ്സിനെ, മനുഷ്യൻ്റെ ആരോഗ്യത്തെയൊക്കെ ഇപ്പോഴും സാരമായി അത് മുറിപ്പെടുത്തി നിൽക്കുന്ന എന്താണ് അതിനെക്കുറിച്ച്? ഇപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും, ഇപ്പോൾ പക്ഷാഘാതം, ഹൃദയാഘാതം, അകാല മരണത്തിന് തന്നെ കോവിഡിന് ആഫ്റ്റർ ആരോഗ്യ പ്രശ്നങ്ങളെ കാണുന്നു എന്ന് ഇപ്പോൾ അത്തരം ഒരു കാര്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് അത് കൃത്യമായിട്ടുള്ള പഠനവും കാര്യങ്ങളുമൊക്കെ നടത്തിയാൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ആ സമയത്ത് മിക്കവാറും ആഘോഷങ്ങൾ, അതായത് ഒരു പ്രത്യേക രീതിയിൽ ആളുകൾ ജീവിച്ച് പഠിക്കാൻ ഒരു നിർബന്ധിത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഇപ്പോൾ കല്യാണങ്ങൾ ഒക്കെ വളരെ ലളിതമായ രീതിയിൽ ജീവിക്കാൻ ആളുകൾ പഠിച്ചു. അതുപോലെ ഹോസ്പിറ്റലുകളുടെ ശസ്ത്രക്രിയാ നിരക്കുകളൊക്കെ ഒത്തിരി കുറഞ്ഞു. അഡ്മിറ്റ് ചെയ്യുന്ന ഇത് വളരെയധികം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ ഒതുങ്ങി വേണ്ടത് മാത്രം ചെയ്ത് ജീവിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാര്യത്തിന് കൃത്യമായിട്ട് അതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകളും വായിച്ചിട്ടുണ്ട് ഞാൻ. അല്ലാതെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കോവിഡും അല്ലെങ്കിൽ അതിൻ്റെ വാക്സിനേഷനും ഇതായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഗുണവും ദോഷങ്ങളും പാർശ്വഫലങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പഠനവിധേയമാക്കേണ്ടതാണ് അല്ലേ? ICMR പോലെ നമുക്ക് നമ്മുടെ ആധികാരികമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനെക്കുറിച്ച് പഠനം നടത്തട്ടെ. അതുപോലെ ഡോക്ടർമാരെ IMA ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കട്ടെ. എന്തായാലും നമ്മൾ ആരോഗ്യമേഖല ഇപ്പോഴും താല്പര്യപൂർവ്വം നോക്കുന്ന ആളാണ് ഷാജിയേട്ടൻ. കാരണം നമ്മൾ ജോലി ചെയ്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും വളരെ കെയർ ചെയ്യുന്ന ആളാണ് ഷാജിയേട്ടൻ.
പിന്നെ ഇപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫാണ്. എനിക്കറിയാം, റിട്ടയർമെൻറ്റ് ചെയ്തു വന്നു. വീടിനകത്ത് ഒതുങ്ങിക്കൂടാൻ ഷാജേട്ടൻ തയ്യാറായിട്ടില്ല. കാരണം അവിടെ ഒരു നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളൊരു വഴികാട്ടിയായിട്ട്, ഒരു പ്രചോദനമായിട്ടൊരു മാതൃകയായിട്ട് ഷാജേട്ടൻ യൂത്ത് 3 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ചേരുകയും അതിൻ്റെ പ്രചാരകനായിട്ടും അതിൻ്റെ കോർഡിനേറ്ററായിട്ടും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് യൂത്ത് 3 എന്ന് പറയുമ്പോൾ ആ 3 അക്കം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്താണ് അതിൻ്റെ? യൂത്ത് 3യെ കുറിച്ച് പറഞ്ഞാൽ 1970കളിൽ ഫ്രാൻസിൽ ആരംഭിച്ച് ഇന്ന് ലോകത്ത് 80ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യൂത്ത് 3. അത് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്. ഫസ്റ്റ് ഏജ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസകാലം, സെക്കൻഡ് ഏജ് ജോലിക്കാലം, തേർഡ് ഏജ് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന കാലം. അപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏതാണ്ട് കൃത്യമായി കണക്കെടുത്താൽ നമുക്ക് പല മാറ്റങ്ങളുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ആയുർദൈർഘ്യം പ്രധാനമായിട്ടൊരു കാര്യമാണ്, കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം കൃത്യമായിട്ട് കണക്കെടുത്താൽ ഏതാണ്ട് 20% ആളുകൾ ഏതാണ്ട് ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണെന്ന് കണക്കാക്കപ്പെടുന്നു. അവരിൽ തന്നെ മിക്ക ആളുകളും റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ അവർക്ക് പല രീതിയിലുള്ള ശേഷികൾ, അവരുടെ അനുഭവത്തിൻ്റെ പരിജ്ഞാനം, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ മറ്റെന്തെങ്കിലും രംഗത്തുള്ള അറിവ്, അങ്ങനെ പല രീതിയിലുള്ള ശേഷികൾ ഉള്ള ആളുകളാണിവർ. എന്നാൽ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളോ വേദികളോ ഉണ്ടാകാതിരിക്കുന്നു. പിന്നെ അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത, അതായത് ഇന്ന് യുവജനങ്ങൾ കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ മക്കൾ അങ്ങനെ പോയി കഴിയുമ്പോൾ മാതാപിതാക്കൾ, പ്രായമായിട്ടുള്ളവർ, ഇങ്ങനെയുള്ള അനുഭവ സമ്പത്തുള്ള ആളുകൾ വെറുതെ ഇരുന്ന് മുരടിച്ച് പല രീതിയിലുള്ള ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള പല ആളുകളും വലിയ പോസ്റ്റിലൊക്കെ ഇരുന്ന ആളുകൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വരെയുണ്ട്. കാരണം വൈകാരികമായിട്ടുള്ള ഒന്ന് തുറന്നു പറയാനോ ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്നും ആളുകളില്ലാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് പല രീതിയിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പരിഹാരം കൂടിയാണ് യൂത്ത് 3 എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്നത് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ആ പ്രോഗ്രാം തുടങ്ങിയത് 2023 മാർച്ച് മാസം 11-ാം തീയതി ആണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതിന് യൂണിറ്റുകൾ രൂപീകരിക്കപ്പെടുകയും അത് വലിയൊരു മൂവ്മെൻറ്റായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല നിസ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളുടെ പല രീതിയിലുള്ള സഹായങ്ങൾ, ഞാൻ പേര് വിട്ടുപോയി, കോട്ടയത്ത് ഒരു കുടുംബം അവരുടെ വളരെ കോടിക്കണക്കിന് രൂപ വിലയുള്ള വരുന്ന 49 സെൻറ്റ് സ്ഥലം കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിക്ക് എഴുതി കൊടുത്തു. ഈ യൂത്ത് 3 ഇത്ര മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അതിന് വളരെ ഗൗരവമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി എടുക്കുകയും 2 സിൻഡിക്കേറ്റ് മെമ്പർമാരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തുകയും അതിൻ്റെ ഗൗരവതരമായിട്ട് തന്നെ എടുത്ത് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെയധികം സഹകരണവും ഒക്കെയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ 10ഓളം യൂണിറ്റുകൾ രൂപീകരിച്ച് കഴിഞ്ഞു. അതിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം എല്ലാ രീതിയിലും വളരെയധികം സന്തുഷ്ടരും അവരുടെ ഉറങ്ങിക്കിടന്നിരുന്ന ക്രിയാത്മകതകൾ. ഇപ്പോൾ ഒരു വ്യക്തി, പ്രേംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം യൂത്ത് 3 വരുന്നതിന് മുമ്പ് സാഹിത്യരംഗത്തോ ഒന്നും ഒരു ലൈൻ പോലും എഴുതിയിട്ടില്ലാത്ത വ്യക്തിയാണ്. നമ്മുടെ യൂത്ത് 3 വരികയും അതിൽ നിന്നുണ്ടായിട്ടുള്ള പ്രചോദനത്തിൻ്റെ ഭാഗമായി ദിവസമൊന്നുമില്ല എങ്കിലും മിക്കവാറും തന്നെ ഓരോ ചെറുകഥകൾ അദ്ദേഹം ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ എഴുതി പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽ വരികയും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് കാണുകയും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തന്നെ അതിന് ആമുഖം എഴുതി കൊടുത്ത്, അവതാരിക എഴുതി കൊടുത്ത് അത് കഴിഞ്ഞ ദിവസം യൂത്ത് 3 തന്നെ ഒരു പ്രധാനപ്പെട്ട ആളായ മത്യാസ് ഷെയറർ ഓസ്ട്രിയയിൽ നിന്നും വന്ന് അദ്ദേഹം അത് പ്രകാശനം ചെയ്യുകയുണ്ടായി.
അങ്ങനെ വിവിധ മേഖലകളിലാണ് ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് കഥ എഴുതുന്നവർ, ആദ്യമായിട്ട് കവിത എഴുതുന്നവർ, ആദ്യമായിട്ട് പാട്ട് പാടുന്നവർ, 70 75 വയസ്സൊക്കെ പിന്നിട്ടവരാണ് ആദ്യമായിട്ട് വേദിയിൽ കയറി ഇതുവരെ ഒരു പാട്ട് പോലും പാടിയിട്ടില്ലാത്തവർ വലിയ ഗായകരായിട്ട് മാറിത്തീർന്നിരിക്കും. തകിമാരെ വരെ സൃഷ്ടിച്ചു പ്രായം നടന്ന്. അങ്ങനെയൊക്കെയുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് TCI എന്നൊരു മനഃശാസ്ത്ര സമീപനമാണ് അതിനുള്ളത്. ഒരു കോഡാണോ അത്? സൈക്കോളജിക്കൽ കോഡാണോ? കോഡല്ല, ഒരു മനഃശാസ്ത്ര ശാഖയാണ്. തീം സെൻറ്റേഡ് ഇൻ്ററാക്ഷൻ, അതാണ് TCI എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചെടുത്തത് റൂത്ത് കോൺ എന്നൊരു ജർമ്മൻ വനിതയാണ്. അവർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യഹൂദ വനിതയായിരുന്നു. ഹിറ്റ്ലറുടെ ഒപ്പം ആ നാട്ടിലാണ് അവർ വളർന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള 60 ലക്ഷത്തോളം ആളുകളെ വംശീയമായിട്ട് പിടിച്ച് കൊന്നുകളയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഭീകരനാണല്ലോ ഹിറ്റ്ലർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കഷ്ടിച്ച് ഈ ഹിറ്റ്ലറുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ഹിറ്റ്ലറുടെ ഈ സമീപനങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നിലനിൽക്കുന്ന ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള അന്തരീക്ഷം. ഇവർ ഈ TCI ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് ഒരു സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിരുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്രശ്നത്തിൽപ്പെട്ട ആൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ റൂത്ത് കോണിന് മനസ്സിലായി ഇത്ര ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരാൻ കാത്തിരിക്കേണ്ടതില്ല, നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ ഒരു സമീപനവുമായിട്ട് വളർത്തുന്ന മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന ഒരു സമീപനവുമായിട്ട് TCI ആവിഷ്കരിക്കുകയും അങ്ങനെ ആ പ്രശ്നങ്ങളിൽ ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതല്ല, ആ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് TCI എന്നുള്ളൊരു മനഃശാസ്ത്ര ശാഖ ഉണ്ടാവുകയും അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെയൊക്കെ ഗുരുവായിട്ടുള്ള തോമസ് എബ്രഹാം സാറാണ്. TCI എന്ന് വെച്ച് കഴിഞ്ഞാൽ തീം സെൻറ്റേഡ് ഇൻ്ററാക്ഷൻ, അത് കണ്ടെത്തിയത് റൂത്ത് കോൺ എന്നൊരു ജർമ്മൻ വനിതയാണ്. അതിൻ്റെ സാഹചര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹിറ്റ്ലറുടെ ഒരു ഭീകരവാഴ്ച കാലത്ത് ജനങ്ങളിലെല്ലാം വളരെയധികം ഭീതി പടർന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും അതിനെ തരണം ചെയ്യുന്നതിനോ, അപ്പോൾ ആ അവസ്ഥയിൽ സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഉപരിയായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ വളർത്തുന്ന സമീപനവുമായിട്ട് അപ്ലൈഡ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നുള്ള രീതിയിൽ TCI ആവിഷ്കരിക്കുകയും അതിലൂടെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണത്. കേരളത്തിലെ പരിചയപ്പെടുത്തുകയും കേരളത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് കോട്ടയം ആസ്ഥാനമായിട്ടാണല്ലോ. ആരാണ് അതിന് പിന്നിൽ? അതിൻ്റെ പിന്നിൽ തോമസ് എബ്രഹാം സാറാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കോളേജുകളിലും അധ്യാപകനായിരുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരതയാണ് ആർജിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ ആശയം ആദ്യമായിട്ട് ബീജാപാപം ചെയ്തത് തോമസ് സാറിൻ്റെ മനസ്സിലാണ്. അപ്പോൾ അത് 1990 89-90 കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹം ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡയറക്ടറും അതുപോലെ NSSൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററും ഒക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കോട്ടയം ജില്ലയിൽ നിരക്ഷരർ എത്രയുണ്ട്, കോട്ടയം ജില്ലയില്ല, മുനിസിപ്പാലിറ്റിയിൽ നിരക്ഷരരെ കുറിച്ചിട്ടൊരു പഠനം നടത്തുകയും അപ്പോൾ ഇത്ര എണ്ണം ആളുകൾ നിരക്ഷരരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു 100 ദിവസത്തേന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയും 100ാമത്തെ ദിവസം സമ്പൂർണ്ണ സാക്ഷരരായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോയി ആ കോട്ടയം മുനിസിപ്പാലിറ്റി, അന്നത്തെ മുനിസിപ്പാലിറ്റി ഇന്ത്യയിൽ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയായിട്ട് സമ്പൂർണ്ണ സാക്ഷരതാ മുനിസിപ്പാലിറ്റിയായിട്ട് വരികയും അത് പിന്നീട് എറണാകുളം ജില്ല,
പിന്നീട് കേരളം മൊത്തം നടപ്പിലാക്കുകയും ചെയ്യുക. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ആദ്യമായിട്ട് ജർമ്മനിയിൽ പോയി ഈ TCI എന്ന മനഃശാസ്ത്ര ശാഖ പഠിക്കുകയും അതിൽ ഇന്ത്യയിൽ ആദ്യത്തെ TCI ഗ്രാജുവേറ്റാണ് തോമസ് എബ്രഹാം സാറ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. TCIയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു കൊതുകിന് ചിത്രശലഭമാകാമെങ്കിൽ മാനവകുലത്തിന് തന്നെ എന്തുകൊണ്ട് ചിത്രശലഭമായിക്കൂടാ എന്നാണ് ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ എന്നൊരു സംഘടന കോട്ടയത്ത് രൂപീകരിക്കുകയും അതിന് പറയുന്നത് 6 ചിറകുകൾ ഉണ്ടെന്നുള്ളതാണ്. അത് ഒന്ന്, കുട്ടികളിൽ ഈ TCIയുടെ അടിസ്ഥാനത്തിലുള്ള മനഃശാസ്ത്ര സമീപനത്തിലൂടെ അവരുടെ മികവ് വർദ്ധിപ്പിക്കുക. അതിന് CSM എന്ന് പറയും, ചിൽഡ്രൻ ഫോർ സോഷ്യൽ മെറ്റാമോർഫോസിസ്. പിന്നെ അടുത്തപടി യൂത്ത് ഫോർ സോഷ്യൽ മെറ്റാമോർഫോസിസ്. യുവാക്കളെ ഇന്നിപ്പോൾ അറിയാം പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്, ലഹരിയിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ പഠനം ഒരു വശത്തോടെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ മറ്റു രീതിയിലുള്ള വികസനമോ അല്ലെങ്കിൽ നല്ല ഉത്തമ പൗരന്മാരായിട്ട് പൗരബോധമുള്ളവരോ ഒക്കെ ആയിട്ട് അവരെ മാറ്റി തീർക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് മനസ്സിലേക്കാണ് ഈ TCI കൂടുതലായിട്ട് മാനസികാരോഗ്യത്തെ ശക്തി. ഫിസിക്കൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിനാണ് പ്രാധാന്യം. ഇതൊരു മനഃശാസ്ത്രമാണ് എന്നുള്ളതിൽ നിന്ന് തന്നെ അത് മനസ്സിനാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. അപ്പം മനസ്സിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ സാധാരണ പറയും. അപ്പോൾ അതിൽ മറ്റൊരു ഈ ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ്റെ മറ്റൊരു ചിറകാണ് WSM എന്ന് പറയും, വിമൻ ഫോർ സോഷ്യൽ മെറ്റാമോർഫോസിസ്. അപ്പോൾ പല ആളുകളും വിചാരിക്കുക അവരുടെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്, ജോലിയാണ്, ഇതൊക്കെ ഉണ്ടായാൽ അവർക്ക് ശക്തിയുണ്ട് എന്ന് വിചാരിക്കും. വലിയ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ, വരുമാനമുള്ള സ്ത്രീകൾ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും അവർക്ക് ചില പ്രത്യേക നിർണായക സമയത്ത് അവർ പതറിപ്പോകും. അതെന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിന് വേണ്ട ശക്തിയില്ല. അപ്പോൾ അവിടെയാണ് TCI ഫോക്കസ് ചെയ്യുന്നതും ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ WSMയിലൂടെ അതിനൊക്കെ പരിഹാരം കാണാൻ ഉദ്ദേശിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട ടീച്ചേഴ്സ് ഫോർ സോഷ്യൽ മെറ്റാമോർഫോസിസ് മറ്റൊരു ചിറകാണ്. അത് ഉദ്ദേശിക്കുന്നത് സാധാരണ ടീച്ചർ സങ്കല്പത്തിൽ ടീച്ചർമാർ വിചാരിക്കും എനിക്കറിവുണ്ട്, കുട്ടികൾക്കറിയില്ല, എനിക്കറിയാം നിനക്കറിയില്ല, ഞാൻ പറയും നീ പഠിച്ചോളണം, ഇങ്ങനെയുള്ള സമീപനമാണ്. അല്ലെങ്കിൽ ഒരു വടിയോ ഒക്കെ എടുത്തിട്ട് പേടിപ്പിച്ച രീതിയിൽ. ഇതങ്ങനെ അല്ലാതെ ടീച്ചറിൽ നിന്നും ടീച്ചർ പ്ലസിലേക്ക്, അതാണ് ടീച്ചർ ഫോർ സോഷ്യൽ മെറ്റാമോർഫോസിസ്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ സർവ്വതല സ്പർശിയായിട്ടുള്ള 6 മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഘടകമാണ് U3A. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ്റെ ഈ 6 ചിറകിൽ ഒരു ചിറക് മാത്രമാണ് U3A എന്ന് പറയുന്നത്. അതിന് യൂണിവേഴ്സിറ്റി എല്ലാ രീതിയിലുള്ള സഹകരണവും തരുന്നു. യൂണിവേഴ്സിറ്റി TCIയുടെ കോഴ്സുകൾ നടത്തുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് യൂണിവേഴ്സിറ്റിയാണ് U3Aയുടെ ഒരു ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ്റെ ഒരു ചിറകായിട്ടുള്ള U3Aയെ യൂണിവേഴ്സിറ്റി എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്ത് നടത്തുന്നു. കേരളത്തിൽ മൊത്തം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എല്ലാ ജില്ലകളിലും കോർഡിനേറ്റർമാരുണ്ട്, ജില്ലാ കോർഡിനേറ്റർമാരുണ്ട്. ഞാൻ പാലക്കാട് തിരുവനന്തപുരം ജില്ലയുടെ സോണൽ കോർഡിനേറ്ററാണ്. അതുകൂടാതെ കാസർഗോഡ് ജില്ലയുടെ കോർഡിനേറ്ററുമാണ്. പിന്നീട് TCIയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി നടത്തുന്ന അഡ്വാൻസ് TCI എന്നുള്ള കോഴ്സ് അതിൻ്റെ പേരിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കുട്ടികളെ കേന്ദ്രീകരിച്ച CSMൻ്റെ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് CSM ആണ്. കാരണം മറ്റുള്ളവരെ ചിൽഡ്രൻസിനെ മറ്റുള്ളവരിൽ നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോൾ കതിരിൽ വളം വയ്ക്കുക എന്ന് പറയില്ല. അതേസമയം കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ എങ്ങനെ വേണമെങ്കിലും ശില്പം ചെയ്തെടുക്കാം. ഒരു കുട്ടി ഒരു ശിലയിൽ, എല്ലാ ശിലയിലും ശില്പമുണ്ട്, പക്ഷേ ഉളി കൊണ്ട ശില മാത്രമേ ശില്പമായി തീരുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ
ആ കുട്ടികളെ ആ പ്രായത്തിൽ നമ്മൾ നല്ല നല്ല ആശയങ്ങൾ കൊടുക്കുകയും മാനസിക ശക്തി വർദ്ധിപ്പിക്കുകയും മനസ്സിനെ സ്വാധീനിക്കുന്ന ഇത്തരം ചിന്തകൾ അവരെ സ്വാധീനിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആരോഗ്യ മേഖല എന്ന് പൊതുവെ പറയുമ്പോൾ മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ കേരളം വളരെ പിന്നിലാണ്. അത് ശാസ്ത്രീയമായിട്ട് പഠനത്തിലൂടെ പുറത്തു വന്ന കാര്യമാണ്. ഇപ്പോഴും മലയാളികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗഹനമായ ചർച്ചകളോ ഗവേഷണങ്ങളോ അതിനെ വർദ്ധിപ്പിക്കാനോ ശക്തിപ്പെടുത്താനോ ഉള്ള പദ്ധതികൾ കുറവാണ്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യവകുപ്പ് അടുത്ത കാലത്താണ്, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരു അറിയാലോ ഒരു ശേഷമാണ് ഇപ്പോഴാണ് അതൊരു ശ്രദ്ധ മാധ്യമങ്ങളായാലും സർക്കാരായാലും നമ്മുടെ ആരോഗ്യ മേഖലയിൽ അതിലേക്ക് മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ വളരെ പിന്നിലാണെന്നും ശ്രദ്ധ അവിടെ കുറവാണ്. അപ്പോൾ അവിടേക്ക് ഇടപെടൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ യൂത്രിയുടെ ഈ പ്രവർത്തനത്തിൻ്റെ ശക്തി പ്രാധാന്യം അല്ലേ? കാരണം കുട്ടികൾ അതിനെക്കുറിച്ച് രണ്ട് നിലയിലാണ് കാണേണ്ടത്. ഒന്ന്, മലയാളിക്ക് കുറച്ച് വികസനങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസ നില, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഔന്നിത്യം, ഇതൊക്കെ വരുന്നതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഇല്ലാത്തത് കാണിക്കുക, പൊങ്ങച്ചതൊക്കെ കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ള പ്രവണതയൊക്കെ കൂടുതൽ വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അവർക്ക് കൂടുതൽ ഉണ്ടാകും. ഇപ്പോൾ പൊതുവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇന്ത്യയുടെ ഒരു 3% കേരളം ഉള്ളത് എന്ന് പറയും. ആ 3% ഉള്ള സ്ഥലത്ത് ഇന്ത്യയിൽ മൊത്തം വിൽക്കപ്പെടുന്ന സൈക്യാട്രിക് മെഡിസിൻ്റെ 20% ഇവിടെ വിറ്റഴിക്കപ്പെടുന്നു. അപ്പോൾ അത് പല രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഒന്ന്, ഇങ്ങനെ ഒരു മാറിയ സാഹചര്യം കാരണം മരുന്ന് കഴിക്കുന്നതിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നു. പിന്നെ നാണക്കേടൊക്കെ സഹിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് കുറവാണ്. വേറെ ഉള്ളവർ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ എത്രയോ വലിയ ആളുകളും കള്ള ട്രെയിൻ കയറി പോകുമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അവരെ ആരെങ്കിലും വന്നേച്ച് എന്തോ താൻ ഇങ്ങനെ ഇരിക്കുന്നത്, എത്ര വലിയ ആളാണെങ്കിലും ചിലപ്പോൾ പിടിവിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് ഇറങ്ങിപ്പോകും. അവർക്കത് ഫീൽ ചെയ്യുമൊന്നുമില്ല. അതേസമയം മലയാളികളാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും കണ്ടോ, അത് വലിയ ഫീലിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ദുരഭിമാനം കൂടുതലുള്ള ഒരു ജനതയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മാനസിക പ്രശ്നങ്ങളിലേക്കും ആത്മഹത്യക്കും അതേപോലെ ഏറ്റവും കൂടുതലാണ്. ജീവിതശൈലി രോഗങ്ങളും ഈ മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതും എല്ലാം വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. മാനസികാരോഗ്യത്തെ ആശ്രയിച്ചിട്ടാണല്ലോ നമ്മുടെ ആരോഗ്യത്തെ മൊത്തം അത് ബാധിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞമാതിരി മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും അതിൻ്റെ ഉയർത്താനും ഉള്ള ഒരു ബോധപൂർവമായ പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതെ. കൗൺസിലിങ്, യഥാസമയം വേണ്ട കൗൺസിലിങ്, സൈക്കോതെറാപ്പി, പിന്നീട് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഹിപ്നോതെറാപ്പി എന്നുള്ള ശാഖയൊക്കെ വളരെയധികം പ്രയോജനപ്രദമാണ്. കാരണം ആത്മവിശ്വാസക്കുറവ്, പരീക്ഷാ പേടി കുട്ടികൾക്കൊക്കെ, ദാമ്പത്യം തന്നെ ലൈഫ് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ യുവത്വം എന്ന് പറയുന്നത് എടുത്തുചാട്ടങ്ങളും വിവാഹമോചനങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എല്ലാവരുടെയും മാനസിക ആരോഗ്യം വളരെ വേണ്ട രീതിയിലേക്ക് ഉയർന്നു വരുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം നോക്കുമല്ലേ വേണം, അല്ലാതെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെ വരുന്നതാണ് അതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ഒരാളുകൾ, അതാണ് ഞാൻ പറഞ്ഞ യൂത്രിയയുടെ കാര്യത്തിലാണെങ്കിലും ഒരാളോടൊന്ന് തുറന്ന് പറയുമ്പോഴേക്കും യൂത്രിയയിലെ പ്രധാനപ്പെട്ട സമീപനം എന്ന് പറയുന്നത് ഷെയറിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം. ആരെങ്കിലും ഒരാളെ പഠിപ്പിക്കുന്നില്ല, കേൾക്കാനും ആളുകളുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഒരല്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യമായി കോട്ടയം ജില്ലയിൽ സിനർജി എന്ന് പറഞ്ഞാൽ സങ്കോർജം എന്നാണുള്ളത്. ഇതേപോലെ കുറേ ആളുകൾ ചേർന്നിട്ട് ഇതേപോലെ റിട്ടയർമെൻറ്റ് എന്ന് നമ്മൾ ഇതിനകത്ത് പ്രയോഗിക്കാറില്ല. കാരണം അത് റിട്ടയർമെൻറ്റ് എന്ന വാക്ക് തന്നെ അത് ഇനി ഒന്നിനും കൊള്ളില്ലാതായി, ഉപയോഗശൂന്യമായ വസ്തു. അപ്പോൾ അതുകൊണ്ട് സർവീസ് പൂർത്തീകരിച്ചു എന്നാണ് യൂത്രിയ ഭാഷ നമ്മൾ അതെ. അപ്പോൾ സർവീസ് പൂർത്തീകരിച്ച ഏതാനും ആളുകൾ ചേർന്നിട്ട് അവിടെ സിനർജി എന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അവർ ഈ പറഞ്ഞ പോലെ TCIയുടെ അടിസ്ഥാനത്തിലുള്ള ഷെയറിങ്ങുകൾ നടത്തുകയും അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് വളരെയധികം, അതായത് എല്ലാ രീതിയിലുള്ള അവിടെ സർഗശേഷികൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം, എഴുത്ത് രംഗത്ത്
അതിൻ്റെ പ്രവർത്തനങ്ങൾ, ബുക്കുകൾ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നടത്തുക, ഇടയ്ക്ക് ടൂറുകൾ സംഘടിപ്പിക്കുക. പിന്നെ അങ്ങനെ ഓരോ പ്രായത്തിലും നമുക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ലാത്തപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള IT രംഗത്തൊക്കെ വന്നിട്ടുള്ള വികസനങ്ങൾ അതെ നടത്തുന്നത്. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഈ പ്രായമായ ആളുകൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ട്രെയിനിങ്, ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു 10-15ഓളം സബ് കമ്മിറ്റികൾ ഉണ്ട് ഓരോ രംഗത്തും. അപ്പോൾ അവരെ കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഒരു വിജയം. അതിൻ്റെ വേറൊരു തലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘം ആളുകൾ എല്ലാവരും ഈ U3A വളർന്നു വന്നിട്ടുള്ള ആളുകളെല്ലാം ഒരു പൊതു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെറിയൊരു 100-500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതിന് സിനർജി ഹോംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊതു അടുക്കളയിൽ പാചകം നടത്തുന്നു, കോമൺ കിച്ചൺ. എന്നിട്ട് അവരുടെ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ച് അങ്ങനെ ഒരു സിനർജി ഹോംസ് എന്നൊരു പരിപാടി കൂടി കോട്ടയം പാല അടുത്തിട്ട് ഒരു സ്ഥലത്ത് അത് ഉദ്ഘാടനത്തോടടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം, അതൊക്കെ ഈ സിനർജിയുടെ ഭാഗമായിട്ട് U3A ഭാഗമായിട്ട് വന്നിട്ടുള്ള പരിധി. എങ്ങനെയാണ് U3A ക്ലബ്ബ് സ്വാഗതം ചെയ്യുന്നത്? ഏത് എല്ലാം ഗവൺമെൻറ് ജോലിക്കാരെ റിട്ടയർമെൻറ്റ് ചെയ്ത? ഒരിക്കലും അങ്ങനെയില്ല. ഈ TCAയുടെ സന്ദേശം ഒരു നിരക്ഷരനായിട്ടുള്ള ആളുണ്ടെങ്കിൽ അവരിലേക്ക് വരെ എത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, U3A ഭാഗമാണെങ്കിൽ ഭാഗമാകാനായിട്ടും അങ്ങനെ യാതൊരു പ്രശ്നമില്ല. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഈ ഒരു 50 വയസ്സിന് ശേഷമുള്ള ആളുകളുടെ മാനസിക, ശാരീരിക, സാമൂഹികമായിട്ടുള്ള സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും താല്പര്യമാണെങ്കിൽ ഇതുമായി സഹകരിച്ച് പോകണം. അതുപോലെ ഗവൺമെൻറ് ജോലിയൊന്നും നിർബന്ധമില്ല. ഒരു ജോലി ഇല്ലാത്തവർക്കും, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മനഃശാസ്ത്രപരമായിട്ട് വളർത്തുന്ന മനഃശാസ്ത്രം. പരസ്പരം ഓരോരുത്തരും ഇതിനകത്ത് ആരും പഠിക്കുന്നവരോ ഇല്ല. നമ്മൾ ഇരിക്കുന്നത് തന്നെ യോഗത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് തന്നെ വട്ടത്തിലാണ് ഇരിക്കുന്നത്. വട്ടത്തിലിരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ എല്ലാവരും ഉയർന്നവരും താഴ്ന്നവരും ഇല്ല, എല്ലാവരും തുല്യരാണ്. ഒരാൾക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് അതില്ലെങ്കിൽ വേറൊരു രംഗത്ത് അയാൾക്ക് മികവുണ്ടാവും. അപ്പോൾ അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ആൾക്ക് അതൊരറിവായി, അപ്പോൾ ഒരു റിലീഫുമായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പരസ്പരം ഷെയറിംഗ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. ജഡ്ജിമാര്, പ്രൊഫസർമാര്, അധ്യാപകര്. കഴിഞ്ഞ ദിവസം നടന്ന 2 യൂണിറ്റിൽ 2 ജഡ്ജിമാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിവിധ വളരെ ഉന്നതമായിട്ടുള്ള പോസ്റ്റുകളിൽ നിന്നെല്ലാം റിട്ടയർ ചെയ്ത ആളുകളും ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരോ അല്ലെങ്കിൽ നിരക്ഷരപ്പോൾ കേരളത്തിലില്ലല്ലോ, അങ്ങനെ ആ രീതിയിലുള്ള യാതൊരു വിധ ഡിവിഷനുകളും ഇല്ല. അനുഭവങ്ങൾ, അറിവുകൾ എല്ലാം വിഭിന്നമാണ്. ഇതെല്ലാം ചേർത്ത് വെക്കപ്പെടുമ്പോൾ വല്ലാത്തൊരു ശക്തിയായി മാറല്ലേ അല്ലേ? ഇപ്പോൾ ജഡ്ജിമാർക്ക് പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷക തൊഴിലാളി വരെ, കർഷകൻ വരെ, അവൻ പാടത്തുനിന്ന് വരുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയിരിക്കാം. കോടതിയിൽ നിന്ന് വരുന്നത് നമ്മുടെ വേദിയിലേക്ക്. ജഡ്ജി അദ്ദേഹം ഒരുപാട് വിധി പ്രസ്താവന നടത്തിയ ഒരു ജഡ്ജിയുടെ അനുഭവങ്ങൾ, നിയമാവബോധം. അപ്പോൾ ഇതെല്ലാം പങ്കുവെക്കപ്പെടുമ്പോൾ കാർഷിക അനുഭവങ്ങൾ മുതൽ നിയമാവബോധം വരെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും പരസ്പരം ആ അറിവ് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു വേദി അല്ലേ? ഇത് മാത്രമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇത് എത്രത്തോളം കേരളത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്? ശ്രദ്ധ പിടിച്ചു പറ്റി എന്ന് വെച്ചാൽ ഇനിയും വളരെയധികം ശ്രദ്ധയിലേക്ക് വരേണ്ടതുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾ ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ, ഇതൊരു മനഃശാസ്ത്ര സമീപനമാണ്. പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമോ മതമോ അങ്ങനെയുള്ള പരിഗണനകളൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ പലരും വിചാരിക്കുന്നത്, ചില ആളുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അതെന്ത് നേട്ടം, സാമ്പത്തികമായിട്ട് എന്ത് നേട്ടം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇതിൽ വന്നാൽ എനിക്ക് എന്താണ് പ്രയോജനം, അങ്ങനെയൊക്കെ മടിച്ചു നിൽക്കുകയാണ്. പക്ഷേ എന്നാലും ഒരു വർഷം പോലും ആകാത്ത ഇന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ പോലും ഏതാണ്ട് 110ഓളം യൂണിറ്റ് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാ ജില്ലയിലും യൂണിറ്റുകളായി. ഇനിയിപ്പോൾ കുറച്ച് ജില്ലകളൊക്കെ അല്പം എണ്ണത്തിലൊക്കെ കുറവ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം അതിദ്രുതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ തോമസ് മാഷ്, അത് കേരളത്തിലെ ഈ സംഘടനയുടെ പിതൃത്വം, ആശയ പ്രചാരകൻ അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു നിരീക്ഷണം എന്താണ്? എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. എന്താണ് പങ്കുവയ്ക്കാറുള്ളത് നമ്മോട്?
ഇപ്പോൾ കോട്ടയത്തൊക്കെ ഒരുപാട് മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്തുള്ള 10 യൂണിറ്റുകൾ പാലക്കാട് ജില്ലയിൽ മൊത്തം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം, കേരളത്തിന് പുറത്തും യൂത്ത് 3 യൂണിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മൊത്തം ഈ സന്ദേശം എത്തിക്കുകയും പറഞ്ഞല്ലോ 6 ചിറകുകൾ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാം പ്രഭാവം ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒരർത്ഥത്തിൽ ലോകം മൊത്തം ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭൂമിക്കാരനാണ് എന്നുള്ളതാണ് അതിൻ്റെ TCIയുടെ ഒരു സങ്കല്പം തന്നെ. ആദ്യത്തെ ഒരു ആക്സിയം പറയുന്നത് തന്നെ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, അതുപോലെ അനന്യരാണ്. പ്രപഞ്ചത്തിലേക്ക് തന്നെ, പ്രപഞ്ചത്തിൽ നിന്ന് വന്ന് പ്രപഞ്ചത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലോകവീക്ഷണമാണ് അതിനുള്ളത്. അല്ലാതെ വളരെ സങ്കുചിതമായിട്ട് വാർഡോ പ്രാദേശികമോ ആഗോള പ്രസ്ഥാനം, ആഗോള കാഴ്ചപ്പാട്, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനും ആ പ്രസ്ഥാനം അത് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കുക എന്നുള്ളതും ഒരു നവസമൂഹ രചന, സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നവസമൂഹ രചനയാണ് നമ്മൾ TCIയുടെയും ബട്ടർഫ്ലൈയുടെയും യൂത്ത് 3 ഉൾപ്പെടെയുള്ള അതിൻ്റെ ചിറകുകളുടെ ശാക്തീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളൊരു വിശ്രമകാലത്തേക്ക് മടങ്ങുന്ന ഓരോ ആളുകളും പഴയ പോലെയല്ല. അവർ വലിയ വീടുകൾ, പക്ഷേ കുടുംബങ്ങളില്ല, മക്കളില്ല. അവരുടെ ചേർത്ത് വയ്ക്കാൻ കുടുംബപരമായിട്ടുള്ള അംഗങ്ങൾ കുറവാണ്. മക്കൾ പഠനം, ജോലി എല്ലാം വിദേശത്താണ്. പല വീടുകളിലും വാർദ്ധക്യം അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാണ്. അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നതും ഒറ്റപ്പെടലിൻ്റെ ഒരു ആ വേദനയാണ് അല്ലേ. അവരെ പറ്റിയിട്ട് ഇപ്പോൾ പല നഗരങ്ങളിലും പഠനം നടത്തിയപ്പോൾ അവരോട് ചോദിച്ചത് ഏറ്റവും വലിയ എന്താണ് നിങ്ങളെ അലട്ടുന്ന രോഗം, അസുഖം എന്താണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകാന്തത, ഒറ്റപ്പെടൽ. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഉത്കണ്ഠ അവർക്ക് ആദ്യം ഒറ്റപ്പെടലേ, അവിടെ നിന്നാണ് അവർക്ക് രോഗങ്ങൾ ഉത്ഭവിക്കുന്നത്, വർദ്ധിക്കുന്നത്. അപ്പോൾ പക്ഷെ അവിടെയൊക്കെ ഒരു ഏറ്റവും വലിയ ഔഷധമല്ലേ നമ്മുടെ യൂത്ത്? തീർച്ചയായിട്ടും അതെ. അങ്ങനെയുള്ളവർ ഞാൻ ഏകാന്തത ഒഴിവാക്കുന്നു. പരസ്പര ഷെയറിങ് നടത്തുന്നതിലൂടെ അവർക്ക് മാനസിക സന്തോഷം ഉണ്ടാകുന്നു. പിന്നെ ഇതിനൊപ്പം അവരിൽ ചെറുപ്പകാലത്ത് ചെയ്യാൻ വന്നിട്ട് മിക്കവാറും ആളുകൾ പഠന സമയത്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. പിന്നെ ജോലി കഴിയുമ്പോഴത്തേക്കും ആ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുട്ടികളെ വളർത്തുന്നു, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വിവിധ കാര്യങ്ങളുമായിട്ട് ഓട്ടവും പാച്ചിലാണ് ശരിക്കും. അപ്പോൾ ഒന്ന് നിന്നിട്ട് ഒന്ന് അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനും ജീവിക്കുന്നതിനും അവനവന് വേണ്ടി സന്തോഷം കണ്ടെത്തുന്നതിനും ഒക്കെയുള്ള അവസരം ഇതിലൂടെ ഉണ്ടാകുന്നു. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പലരും ആദ്യമായിട്ട് പാട്ട് പാടുന്നു, കവിത എഴുതുന്നു, ഇങ്ങനെയൊക്കെയുള്ള ക്രിയാത്മക ശേഷികൾ യൂത്ത് 3 വന്നതിന് ശേഷം ഞാൻ പുസ്തകം പ്രസിദ്ധീകരിച്ച് പറഞ്ഞു. പുസ്തകം പ്രസിദ്ധീകരിച്ചു മാത്രമല്ല, ഒരു നർത്തകി, ഒരു ചേച്ചി കുളപ്പുള്ളി, അതെ, അവരെ കുറിച്ച് നല്ല വന്നില്ലേ, വളരെ ശ്രദ്ധേയമായ സ്റ്റോറി അല്ലേ? അതെ, കാരണം അവരുടെ ഉള്ളിലൊരു മോഹം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ നർത്തകിയാവണം, ചിലങ്ക. അത് ഈ 60-ാം വയസ്സിൽ സാധിച്ച് അരങ്ങേറ്റം കുറിച്ചവർ. തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനത്തോട് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ യൗവനത്തിലും ബാല്യത്തിലൊക്കെ കൗമാരത്തിലൊക്കെ അടക്കി വെച്ച നമ്മുടെ ജീവിത അഭിലാഷങ്ങളെ, മോഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കാനും തുറന്നു വിടാം അല്ലേ യൂത്ത് 3യിലേക്ക്. 6 ചെറുകൾ കൊടുത്തിട്ട് നമ്മളതിനെ അതെ അതെ. ഇടയ്ക്ക് പിന്നെ ടൂറുകൾ, പഠനയാത്രകൾ, പിന്നെ തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ ഒരു നവസമൂഹ രചനയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ യൂത്ത് 3യെ ശക്തിപ്പെടണം. അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തന്നെ വലിയൊരു നവോത്ഥാന പ്രസ്ഥാനമായി മാറണം. കാരണം ഇപ്പോൾ നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും മുതിർന്ന പൗരന്മാരെ, ഇപ്പോൾ നമ്മൾ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നില്ല, സർവീസ് പൂർത്തിയാക്കി അല്ലെങ്കിൽ നമ്മളൊരു 50 കടന്ന് 55 അല്ലെങ്കിൽ 60 എന്ന് പറയുന്ന ഒരു പ്രായത്തിലേക്ക് അവർക്കൊക്കെ അവരുടേതായ ആനന്ദം കണ്ടെത്താനും അവരുടെ രാജ്യത്തിൻ്റെ കെയറിങ്, അവരുടെ ആരോഗ്യം, അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും ഒക്കെ സംവിധാനങ്ങളുണ്ട്, സംസ്കാരമുണ്ട് അങ്ങനെ. പക്ഷേ ഇവിടെ വാർദ്ധക്യം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം കരുതൽ
എത്തുന്നില്ല. കുടുംബം അതല്ല, സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ നിയമപരമായോ. ഇപ്പോൾ റെയിൽവേയിലൊക്കെ പിന്നെ മുതിർന്ന പൗരന്മാർക്ക് കൺസെഷൻ കൊടുത്തിരുന്ന അതുപോലും എടുത്തു കളഞ്ഞ സ്ഥിതിയാണുള്ളത്. അപ്പോൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു സമൂഹം സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന, പക്ഷേ അവർ ബഹിഷ്കരിക്കപ്പെടുകയും അവർ കൊണ്ട വെയിലാണ് നമ്മൾ തണൽ, പിന്നീട് വരുന്ന തലമുറ അനുഭവിക്കുന്ന തണൽ. അപ്പോൾ തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് സമൂഹം മൊത്തമായിട്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ്, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്ന് നടക്കുന്ന ഓരോ യൗവനും നാളത്തെ വാർദ്ധക്യത്തിലേക്കാണ് നടന്നു പോകുന്നത്. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും നാളത്തെ ഇന്നത്തെ അവസ്ഥയാണ്. അപ്പോൾ അതിനെ പരിരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമ തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മാതൃക ഫിലിപ്പൈൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രാജ്യത്തുനിന്നായാലും നമുക്കൊരു മാതൃക കടം കൊള്ളുകയും നമ്മുടെ വാർദ്ധക്യത്തെ വളരെ ആദരപൂർവ്വം അനുഭവപൂർവ്വം സംരക്ഷിക്കാൻ നടപടി കേരളത്തിലും ആവശ്യമാണ്, ഇന്ത്യയിലും അത് ആവശ്യമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വാർദ്ധക്യത്തെ സീനിയർ സിറ്റിസനെ, മുതിർന്ന പൗരന്മാരെ ഏറ്റവും ആദരവോടുകൂടി. അതിന് ഒരു പ്രധാന കാര്യം ഈ TCI പ്രചരിപ്പിക്കുക. മനസ്സിൻ്റെ കരുത്താണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്ഭവവും എല്ലാ രോഗങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും എല്ലാം ഉത്ഭവം എന്ന് പറയുന്നത് മനസ്സിൽ നിന്നാണെന്ന് പറയും. എല്ലാം പോയി. അപ്പം മനസ്സിന് കരുത്ത് കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. അതാണ് TCIയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് വളർത്തുന്ന മനഃശാസ്ത്രമാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്തോറും അത്തരം വെല്ലുവിളികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന് പുറമെയാണ് ഒറ്റപ്പെടൽ. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായ ഉത്കണ്ഠകൾ, ആരോഗ്യപരമായ ഉത്കണ്ഠകളൊക്കെ ഉണ്ടാക്കുന്നതിന് ഈ വലിയൊരു കാരണമാണ്. അവിടെയാണ് ഇവരെ ആ ഒറ്റപ്പെടലിനും ഉത്കണ്ഠയും വിട്ടുകൊടുക്കാതെ നമ്മൾ ഇവരെ ഒരു കൂട്ടായ്മയിലേക്ക്, സന്തോഷത്തിലേക്കൊക്കെ ആനയിക്കുന്നത്. എങ്ങനെയാണ് അത്തരം ആളുകൾ നമ്മളോട് സന്തോഷപൂർവ്വം എങ്ങനെയാണ് അവർ കടന്നു വരുന്നത്? ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കടന്നു വന്നിട്ടുള്ള ആളുകളെല്ലാം ഇത് വളരെയധികം സന്തോഷത്തോടെയും, അവരെല്ലാം മനസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവരെല്ലാം ഹാപ്പിയാണ്. ഈ ഇതിൽ വന്ന ഒരാൾ പോലും വിട്ടുപോയിട്ടില്ല. അപ്പോൾ വരാതെ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാതെയും ഒക്കെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ 6 ചിറകുകളും എല്ലാ കാറ്റഗറി അല്ലെങ്കിൽ വിഭാഗത്തിൽപ്പെട്ട തലങ്ങളിൽ നിന്നും അതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ആളുകൾക്ക് മാനസിക കരുത്ത് പ്രധാനമായിട്ടും ഉണ്ടാവുകയും അങ്ങനെ നവസമൂഹ രചന സാധ്യമാകും ചെയ്യും എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഷാജേട്ടൻ ഇപ്പോഴും വായന, സാഹിത്യം, നാടകം, പിന്നെ കഥാപ്രസംഗത്തോട് വരെ തൽപരനാണ്. സിനിമ, അഭിനയം ഇതൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കാണുന്ന ആളാണ്. ഒരു നാടകം മുതൽക്ക് സിനിമയിൽ അഭിനയം, ഒരു നടനാവാൻ ആഗ്രഹിച്ചിരുന്നു. എന്താണ് കലാജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ചെറുപ്പകാലത്ത് വളരെയധികം ആഗ്രഹിച്ച് അങ്ങനെയുള്ള ഒരു താല്പര്യത്തെക്കുറിച്ച് നാടകം, ബാലെ, വിൽപ്പാട്ട് ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് കുറച്ച് കാലം, ഒരു 2-3 വർഷക്കാലം അങ്ങനെ നടക്കുകയും അതിനിടയിൽ തൊടുപുഴ അടുത്ത് വണ്ണപ്പുറം എന്ന സ്ഥലത്താണ് അന്ന് ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് നമ്മൾ ഷൊർണൂരാണല്ലോ. 10-16 വർഷമായിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് നീളാതീരത്തേക്ക് ചേക്കേറിയ ജീവിതമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ബാലൻ മാസ്റ്റർ എന്നൊരാൾ കണ്ണൂർ ജില്ലയിൽ നിന്നും വരികയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നാടകം, അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അതിന് പ്രത്യേകിച്ചൊന്നും കിട്ടുമൊന്നുമില്ല, എന്നാലും ഈ ഉത്സവ സമയമാകുമ്പോഴത്തേക്കും ഓരോ നാടകങ്ങൾ എടുത്ത് പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലമാഷ് പറയും, നമ്മൾ നാടകം അല്ലെങ്കിൽ കല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സാമൂഹ്യ നിരീക്ഷണമാണ്. 2 പേരിപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കണം, അതെങ്ങനെയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ശരിയായ കല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ 2 പേരും ഒന്ന് സംസാരിക്കുകയോ വഴക്ക് കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാനൊരു ഡയറി എടുത്തിട്ട് അവർ വളരെ നാച്ചുറലായിട്ട് എന്താണ് പറഞ്ഞതെന്നൊക്കെ കുറിച്ച് വയ്ക്കുന്നതൊക്കെ ഒരു രീതി. ഒരു അഭിനയിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പ്രൊഫഷണൽ ട്രൂപ്പിലൊന്നും അല്ല,
ആ അമേച്ചർ രംഗത്ത് അങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യാറ്. സിനിമ എന്തായി? സിനിമ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമ ആഗ്രഹം പിന്നെ എല്ലാം ഇങ്ങനെ കലയായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഏതൊരാളോട് ചോദിച്ചാലും അവർക്കൊരു ആഗ്രഹം കാണും സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പം അത് അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അഭിനയ ഒരു പ്രതിഭ നമ്മുടെ ഉള്ളിലുണ്ട്. എനിക്കറിയാം, കാരണം ഷാജേട്ടൻ അഭിനയത്തെ ഗൗരവമായി കാണുകയും ഗൗരവമായിട്ടുള്ള അതിനെ ആഗ്രഹിക്കുകയും അത് ഒരു തമാശയോടുകൂടി അല്ലാതെ എനിക്കറിയാം. അപ്പോൾ ഏറ്റവും അർഹനായ ഒരു പ്രതിഭ ഉള്ളിലുള്ള ആൾ തന്നെയാണ് ആ സിനിമ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഷാജേട്ടൻ നല്ലൊരു കഥാപാത്രം സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യും. ഇത്രയും അനുഭവങ്ങളെ നമുക്ക് നമ്മുടെ അഭിനയത്തിലൂടെ കൊണ്ടുവരാനും കഴിയും. അതിനൊരു ദിവസം വരും എന്നാണ് ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് കുറിച്ചിടാനുള്ളത്. സാധ്യമാവുന്നൊരു സ്വപ്നം തന്നെയാണത്. ഈ യൂത്രിയയുടെ 6 ചിറകുള്ള നമ്മുടെ യൂത്രിയ ബട്ടർഫ്ലൈ. ഇത് നമ്മുടെ സ്വപ്നത്തിന്, നമ്മുടെ ഒരു സ്വന്തം സ്വകാര്യ സ്വപ്നമായിരിക്കാം. അതിനും ചിറക് മുളച്ചത് പറക്കും, പൂമ്പാറ്റയായി പറക്കും, മലയാള സിനിമയിൽ അത് ചെന്നിരിക്കും. ഞങ്ങൾക്കത് കാണാൻ കഴിയുന്നത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് കൂനത്തറയിലെ അതെ സ്വപ്ന ഭവനത്തിലിരുന്നിട്ടാണ് സംസാരം. അപ്പോൾ ഇവിടെ കുടുംബത്തെക്കുറിച്ച് ഭാര്യ ജിജിമോൾ പെരുങ്ങോട്ടുകുറിശി ഗവൺമെൻറ് ഹൈസ്കൂളിൽ HM ആണിപ്പോൾ. അടുത്ത കാലം വരെ കൂനത്തറയിലായിരുന്നു. അപ്പോൾ പ്രൊമോഷനായി ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി അവിടെയാണ് പോകുന്നത്. 2 മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ BTechന് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഇളയാൾ മോള്, അവൾ വാടാനംകുറിശ്ശിയിൽ +1 പഠിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് കർമ്മ മേഖലയിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ചിറകുകൾ നമ്മൾ പറഞ്ഞ ബട്ടർഫ്ലൈ ആ പോലെ ചിറക് വിരിച്ച് പറക്കട്ടെ. സ്വപ്നങ്ങളും സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കർമ്മമണ്ഡലത്തിലാണ് ഷാജേട്ടൻ്റെ പ്രവർത്തനം. അത് രാജ്യത്താകമാനം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ യൂത്രിയെ നാളെ മാറും. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഷാജേട്ടനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അതിഥിയായി സന്തോഷം.